അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അരുവത്താണ്. നമ്മൾ നാട്ടിലേക്കുള്ള ബസ് കയറാൻ പോകുന്ന സ്ഥലത്താണ്. അവിടെ രണ്ട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന മഖാമ് കാണാൻ പറ്റി. അങ്ങനെ അതും സിയാറത്തും ചെയ്ത് പോകാമെന്ന് കരുതി. ഇതാണ് ഉള്ളിലേക്ക് കടക്കുന്ന ഗേറ്റ്. ഇതാണ് പള്ളി ഇതാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേര്. ദർഗ ഹസ്രത്ത് സാദിഖ് അലി ഷാഹ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇതാണ് ഉൾവശത്തേക്ക് പോകുന്നത്. രണ്ട് മഹാന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ഒരു മഹാന് അതേ തൊട്ടരികിൽ തന്നെയാണ് മറവിട്ട് കിടക്കുന്നത്. രണ്ടും ഒരേ അരികിലാണ്. പിന്നെ ഇവിടത്തേക്ക് മെട്രോ വഴി വരുന്നതാണെങ്കിൽ ബാപ്പുജി നഗറിലാണ് ഇറങ്ങേണ്ടത്. ഇവിടുത്തെ അഡ്രസ്സാണിത്. പിന്നെ ബസ്സിൽ വരുന്നതാണെങ്കിൽ മജസ്റ്റിക്കിൽ നിന്ന് വരുന്നതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ ദർഗ കാണാൻ പറ്റും. അതേ സമയത്ത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ആണെങ്കിൽ വലത്തെ ഭാഗത്ത് ഇറങ്ങി അവിടെ തന്നെ പിന്നെ റോഡ് ക്രോസ് ചെയ്യാനേ ഉള്ളൂ. അതിന് ഓപ്പോസിറ്റായിട്ട് കാണാൻ പറ്റും രണ്ട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന മഖാമ്. ഇത് ഹനഫി മസബിൽപ്പെട്ട രണ്ട് മഹാന്മാരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ നിയന്ത്രണം ഹനഫി മസബിൻ്റെ അവരുടെ കയ്യിലാണ്. ഇതാണ് ഉൾഭാഗങ്ങൾ. നല്ല അലുമിനിയം കൊണ്ട് ഡിസൈൻ ചെയ്ത നല്ല അറബി അക്ഷരങ്ങളെ കൊണ്ട് ചെയ്ത ഉൾഭാഗമാണിത്. ഇത് പഴയ കാലത്ത് എഴുതി വെച്ച അറബി അക്ഷരങ്ങളാണിത്. ഒരുപാട് കറാമത്തുള്ള മഹാന്മാരാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഇത് വളരെ പഴക്കമുള്ള മഖാമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഈ മഖാമ് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങി ഇവിടത്തേക്ക് സിയാറത്തിന് വന്നത്. ഇതാണ് ഇവിടുത്തെ ദുആവിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ. ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും സിയാറത്തിന് വരാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ചെറിയൊരു കാഴ്ച കണ്ടോളൂ. ഇതാണ് ഇവിടെ രണ്ട് മഹാന്മാരുടെ മഖ്ബറ.